നമസ്തേ. സദ്ഗമയ ജ്യോതിഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികൾ പൊതുവെ ഓരോന്നിനും ഓരോ കാലത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. രക്തദാന ദിനം, മാതൃദിനം, ഇങ്ങനെ ഓരോന്നിനും, ഡോക്ടേഴ്സ് ദിനം, യോഗാ ദിനം, അതുപോലെ വായനയ്ക്കും ഒരു കാലം കണ്ടെത്തി. കർക്കിടക മാസത്തിൽ രാമായണം വായിച്ച്, ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ട് വായിച്ച്, കാലം നീളെ ജ്ഞാനപ്പാനാണ്. എല്ലാ കാലഘട്ടത്തിലും ജ്ഞാനപ്പാന വായിക്കുകയാണ്. എന്നാൽ എവിടെയോ മഹാഭാരതത്തിന് വായിക്കാൻ ഒരു സമയം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ശ്രേഷ്ഠന്മാർ പറയുന്നു എല്ലാ ദിവസവും മഹാഭാരതം വായിക്കണമെന്നാണ്. എല്ലാ ദിവസവും വായിച്ചില്ലെങ്കിലും മിഥുനമാസത്തിലെങ്കിലും മഹാഭാരതം വായിച്ച് കർക്കിടകത്തിൽ രാമായണം പാരായണം ചെയ്യണമെന്നാണ്. 4 വേദത്തിൻ്റെയും സത്താലെ വ്യാസൻ ചമച്ചതായി പുണ്യ സംഹിതയുള്ളോന്നു ചൊന്നാലും പാപനാശനെന്നാണ്. 4 വേദത്തിൻ്റെയും സത്ത് ചേർത്ത് വ്യാസഭഗവാൻ എഴുതിയതാണത്രേ മഹാഭാരതം. ആ മഹാഭാരതത്തിനെ പറയുന്നത് മഹത്വാച്ച ഭാരവത്വാച്ച ഇതി മഹാഭാരതം എന്നാണ്. മഹത്വമുള്ളതും ഭാരവത്വമായതുകൊണ്ട് ഇതിനെ മഹാഭാരതം എന്ന പേര് വിളിക്കുന്നു എന്നാണ്. മഹാഭാരതം രചിച്ചതാകട്ടെ സത്യവതിയുടെ പുത്രനായ വേദവ്യാസ മഹർഷിയാണ്. ലോകത്ത് ഈശ്വരന്മാർക്ക് അനവധി അവതാരങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത് അംശാവതാരം, കലാവതാരം, പൂർണ്ണാവതാരം. എന്നാൽ ജ്ഞാനാവതാരം എന്ന് പറയുന്നത് ഒറ്റൊരാളേ ഉള്ളൂ. അത് സാക്ഷാൽ വേദവ്യാസ മഹർഷിയാണ്. ഈ ജീവിതത്തിലെ ദുഃഖം കുറയാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ അറിവ് സമ്പാദിക്കുകയാണത്രേ വേണ്ടത്. ധർമ്മത്തിൻ്റെ അക്ഷയ സ്രോതസ്സാണത്രേ മഹാഭാരതം. അതുകൊണ്ടാണ് മഹാഭാരതം ഓരോ ഭവനങ്ങളിൽ വെക്കണമെന്ന് പറയുന്നതും മഹാഭാരതം വായിക്കണം എന്ന് പറയുന്നതും. ആ മഹാഭാരതത്തിൽ അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിൻ്റെ വിജയമായതുകൊണ്ടാണ് ഇതിനെ ജയം എന്ന പേര് പോലും മഹാഭാരതത്തിന് നൽകിയതെന്നാണ്. ആ മഹാഭാരതത്തിൽ ധാരാളം അറിവുകൾ സമ്പാദിക്കേണ്ടതുണ്ടെങ്കിലും അതിൽ സദ്ഗമയ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, വർണ്ണാശ്രമധർമ്മം. മഹാഭാരതം വായിച്ചാൽ വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ധർമ്മം എന്താണ്, ഓരോ വ്യക്തിയുടെയും ധർമ്മമെന്ന് അറിഞ്ഞ് പഠിച്ച് പ്രാവർത്തികമാക്കാൻ മഹാഭാരതം വായിച്ചാൽ മതി. മറ്റൊന്ന് പറയുന്നത് സമൂഹധർമ്മം. ഓരോ വ്യക്തിയും ഒരു സമൂഹത്തോട് എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത് എന്ന് മഹാഭാരതം വായിച്ചാൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ ആപദ്ധർമ്മമുണ്ട്. ആപത്ത് കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചോദിച്ചാൽ അത് മഹാഭാരതം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് മഹാഭാരതത്തിലൂടെ ആപദ്ധർമ്മത്തെയും സമൂഹധർമ്മത്തെയും വ്യക്തിധർമ്മത്തെയും വർണ്ണാശ്രമധർമ്മത്തെയും മനസ്സിലാക്കുവാൻ വേണ്ടി ഏവർക്കും സാധിക്കട്ടെ എന്ന് സദ്ഗമയ യൂട്യൂബ് ചാനലിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്തേ.